ഓക്കെ, അപ്പോൾ സൽത്തനത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ട് ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മുഗൾ ഭരണമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ആ മുഗൾ ഭരണത്തില് ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങൾക്കൊരു ബനാർസിദാസിന്റെ അർദ്ധകഥാനക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിലെ കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബനാർസിദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വരികളാണ്. അപ്പൊ ഇത് മുഴുവനായിട്ട് ഇപ്പൊ നമ്മൾ വായിച്ചു നോക്കുന്നില്ല. അതിന്റെ അർത്ഥം ഞാൻ പറയാം. അതായത് അക്ബർ ചക്രവർത്തിയുടെ മരണത്തെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ. അക്ബർ ചക്രവർത്തി മരണപ്പെട്ടപ്പോൾ ജനങ്ങളാകെ ഭയപ്പെട്ടു. അവരവരുടെ സമ്പത്ത് മുഴുവൻ, സ്വർണവും നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങി. ആളുകളൊക്കെ വീടിനുള്ളിൽ കയറി വാതിലടച്ചു, ജനാലടച്ചു. വ്യാപാരികള് കടകളെല്ലാം അടച്ച് വീട്ടിൽ പോയി. പണക്കാരായിട്ടുള്ള ആളുകള് അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു. കാരണം അവർ പണക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ ഒരു പേടിയും ഭയവും ഒക്കെ ഉണ്ടായി. അക്ബർ ചക്രവർത്തി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ. ഈ സംഗതി എഴുതിയിട്ടുള്ള ബനാർസിദാസ് അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. I was sitting on the threshold of my home. I heard the dreadful news which came as a sharp and sudden blow. It made me shake with violent, uncontrollable agitation. അതേപോലെ അദ്ദേഹം പറയുന്നു, losing my balance, fell down the stairs in a faint. തലകറങ്ങി വീണു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അക്ബർ ചക്രവർത്തി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ. പക്ഷേ അവസാനം അദ്ദേഹം പറയുന്നു, but there was no need to, since the country was free from thieves and robbers. ആരും അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അക്ബർ ചക്രവർത്തി ഉള്ള സമയത്ത് തന്നെ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയൊക്കെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് അവരെയെല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അക്ബർ ചക്രവർത്തി ജനങ്ങൾക്ക് ഒരു സംരക്ഷകനായിരുന്നു, ഒരു പ്രൊട്ടക്ടർ ആയിരുന്നു എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു, അല്ലേ? എനിവേ, this is the description of Banarsidas, one of the eyewitnesses on the reaction of the people to the death of Akbar. അക്ബർ ചക്രവർത്തി മരണപ്പെട്ടപ്പോൾ ആ വാർത്ത കേട്ട ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ദൃക്സാക്ഷിയായിട്ടുള്ള ബനാർസിദാസ് പറഞ്ഞതാണ് ഇവിടെ നമ്മളിപ്പോൾ മുകളിൽ വായിച്ചത്. ഓക്കെ, അക്ബർ ആരാ? മുഗൾ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളറാണ് അക്ബർ. ബാബറും ജഹാംഗീറും ഷാജഹാനും അങ്ങനെയുള്ള ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു അക്ബർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അക്ബർ, ദി ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് ദി മുഗൾ ഡിനാസ്റ്റി ഹു റൂൾഡ് ഡൽഹി ആഫ്റ്റർ ദി സൽത്തനത്ത് പീരിയഡ്. സൽത്തനത്ത് ഭരണത്തിന് ശേഷം ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മുഗൾ റൂളേഴ്സ്. ഓക്കെ, മുഗൾ ഭരണാധികാരികൾ. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ അക്ബറിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത്. പക്ഷെ അക്ബറിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, anyway, the security provided by the Mughal rulers or Mughal administration to the people could be understood from this description. ബനാർസിദാസിന്റെ ഈ വരികൾ വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. മുഗൾ ഭരണാധികാരികള് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ സുരക്ഷ നൽകിയിട്ടുണ്ട്, സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഭരണാധികാരി മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ജനങ്ങളെല്ലാവരും ഭയപ്പെട്ടത്. ഒരു ഏകാധിപതി അല്ലെങ്കിൽ ഒരു ക്രൂരനായ ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടും. പക്ഷെ ഇവിടെ ഉണ്ടായത് ജനങ്ങളാകെ പേടിച്ചു എന്നാ പറയുന്നത്. കാരണം അവരുടെ സംരക്ഷകനാണ് മരണപ്പെട്ടത്, അല്ലേ? ഓക്കെ, in the previous classes you have discussed the Mughal empire established by Babur in 1526 CE. നിങ്ങൾ UP ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സൽത്തനത്ത് ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൽഹി കേന്ദ്രമാക്കി അടുത്ത ഭരണം സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ബാബർ. അദ്ദേഹമാണ് മുഗൾ ഭരണത്തിന്റെ സ്ഥാപകൻ. മുഗൾ എംപയർ സ്ഥാപിച്ചതാരാണ്? ബാബർ ചക്രവർത്തിയാണ്. ബാബർ. ഓക്കെ, 1526 CE. The Mughals were able to unify Indian subcontinent politically except some parts of South India. നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഒഴികെ ഏറെക്കുറെ ബാക്കി ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളെയും രാഷ്ട്രീയമായി ഏകീകരിക്കാൻ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എല്ലാം ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കി പൂർണ്ണമായിട്ട് രാഷ്ട്രീയമായി ഏകീകരിക്കാൻ ആർക്ക് സാധിച്ചു? മുഗളന്മാർക്ക് സാധിച്ചു. The period witnessed many fundamental changes in administration. ഭരണരംഗത്ത് ഒരുപാട് മാറ്റങ്ങളും അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ, മുഗൾ ഭരണകാലഘട്ടത്തിൽ
ഒരുപാട് മാറ്റങ്ങൾ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഭരണരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ മുഗൾ ഭരണാധികാരികളെ പറ്റിയും മുഗൾ ഭരണത്തെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സോഴ്സ് ആണ് താഴെ പറയുന്ന അക്ബർനാമ. ശരിക്കും The Akbarnama, written by Abul Fazl, is one of the important sources of information on the administrative system of Mughal period. അപ്പൊ അന്നത്തെ കാലത്തെ പറ്റി നമുക്ക് വിവരം കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ഇത്, ഒരു ചരിത്ര രേഖയാണ് ഇത്, അക്ബർനാമ. എന്താണ് അക്ബർനാമ? അതൊരു പുസ്തകമാണ്. ആരെഴുതിയതാണ്? അബുൽ ഫസൽ. ഓക്കെ, അക്ബറിന്റെ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള, അക്ബറിന്റെ കൊട്ടാര ചരിത്രകാരനായിരുന്ന വ്യക്തിയാണ് അബുൽ ഫസൽ. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് അക്ബർനാമ. ഈ അക്ബർനാമ എന്ന് പറയുന്ന പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിന്റെ 3ാമത്തെ ഭാഗമാണ് ഐനി അക്ബരി എന്നോട് വേറെ സ്ഥലത്ത് പറയും, ഐനി അക്ബരി. ഓക്കെ, അപ്പൊ ഈ അക്ബർനാമ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് മുഗളന്മാരെ പറ്റിയും അവരുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ താഴെ പറയുന്നു. ലെറ്റ്സ് എക്സാമിൻ ദി ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ ഭരണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്. ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ് എന്ന് വെച്ചാൽ രാജാധികാരം ദൈവദത്തമാണ്. രാജാവിന്റെ അധികാരം എന്താണ്? അത് ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ ഫോളോ ചെയ്തു. ഓക്കെ, പിന്നെ The influence of Turkish and Mongol tradition. തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം എവിടെ കാണാം? ഈ മുഗൾ ഭരണത്തിലും കാണാം. അതായത് രാജാവാണ് പരമാധികാരി, രാജാവിന്റെ അധികാരം ദൈവദത്തമാണ്, രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നൊക്കെയുള്ള കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടർക്കിഷ് ആൻഡ് മംഗോൾ പാരമ്പര്യങ്ങൾ ഇവിടെയും നമുക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. എവിടെ? മുഗൾ ഭരണത്തിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, പവേഴ്സ് സെൻട്രലൈസ്ഡ് ഇൻ ദി കിങ്. അധികാരം മുഴുവൻ ആരിൽ കേന്ദ്രീകൃതമാണ്? രാജാവിൽ കേന്ദ്രീകൃതമാണ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ മിലിറ്ററി പവർ. മുഗൾ ഭരണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ശക്തമായ സൈനിക അല്ലെങ്കിൽ ഒരു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമാണ്, ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തിൽ അധിഷ്ഠിതമാണ് ഇവരുടെ ഭരണം. നെക്സ്റ്റ് വൺ, അസിസ്റ്റൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ. ഭരണത്തിൽ രാജാവിനെ സഹായിക്കാൻ ആരുണ്ട്? ഒരുപാട് മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിന്നെ അടുത്ത പോയിന്റ്, എക്സിസ്റ്റൻസ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ ഭരണത്തിൽ എന്തുണ്ടായിരുന്നു? പ്രാദേശിക ഭരണവും ഉണ്ടായിരുന്നു, ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്, ടർക്കിഷ് ആൻഡ് മംഗോൾ ട്രഡീഷന്റെ ഇൻഫ്ലുവൻസ്, ദെൻ പവേഴ്സ് സെൻട്രലൈസ്ഡ് ഇൻ കിങ്, അതേപോലെ മിലിറ്ററി പവറിൽ ബേസ്ഡ് ആണ്, അതേപോലെ തന്നെ മിനിസ്റ്റേഴ്സും ഒഫീഷ്യൽസും, ഒരുപാട് മിനിസ്റ്റേഴ്സും ഒഫീഷ്യൽസും ഉണ്ട്, അതേപോലെ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇവിടെ വലതുഭാഗത്തൊക്കെ കുറച്ച് ബോക്സസ് കാണാം നിങ്ങൾക്ക്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്, ലോക്കൽ അഡ്മിനിസ്ട്രേഷന്, കേന്ദ്രത്തിലും പ്രാദേശിക തലത്തിലൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ പേരുകളൊക്കെയാണ് ഇവിടെ, പൊസിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് നിങ്ങളുടെ സമയം പോലെ, എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് സമയം പോലെ നിങ്ങൾ വായിക്കുക. എല്ലാം കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നില്ല, പഠിക്കാനുള്ള കാര്യങ്ങളല്ല അത് എക്സ്ട്രാ നിങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദി മുഗൾസ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണം. ഓക്കെ, അതായത് ഓരോ പ്രദേശത്തുമുള്ള ഭരണം എങ്ങനെയാണ് നടന്നത്. ദി മുഗൾസ് പെയ്ഡ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. പ്രത്യേക ശ്രദ്ധ എന്തിനു കൊടുത്തിരുന്നു? പ്രാദേശിക ഭരണത്തിന് പ്രത്യേക ശ്രദ്ധ അവർ കൊടുത്തിരുന്നു. For the convenience of administration, ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് the entire country was divided into subhas, sarkars, parganas and villages. ഇമ്പോർട്ടന്റ് ആണ്. അവരെ രാജ്യത്തെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്താക്കി? ഇങ്ങനെയുള്ള 4 ഡിവിഷൻസ് ആക്കി. സുബ, സർക്കാർ, പർഗാന ആൻഡ് വില്ലേജസ്. ഇങ്ങനെ 4 ഡിവിഷൻസ് ആക്കി തിരിച്ചു. For the convenience of administration. And there was a chain of officials for the administration of each division. ഈ ഓരോ ഡിവിഷനും, പർഗാന, സുബ, അങ്ങനെ ഓരോ ഡിവിഷനും എന്തുണ്ട്? ഓരോ ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താ? ഇവിടെ പറയുന്നു, ദി കളക്ഷൻ ഓഫ് റവന്യൂ, അതായത് നികുതി പിരിക്കുക. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ നീതിന്യായ ഭരണം. ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദി ആർമി, സൈന്യത്തിന്റെ മേൽനോട്ടം. ഇതൊക്കെയാണ് അവരുടെ
ചുമതലകൾ. ഇങ്ങനെയുള്ള അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽസിന്റെ ചുമതലകളാണ് ഈ പറഞ്ഞത്. കളക്ഷൻ ഓഫ് റവന്യൂ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദി ആർമി were their responsibilities. Okay. Then ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക. ഇന്ത്യ ഇൻ 1605 സുഭാസ് ഓഫ് അക്ബർ. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ അക്ബർ ചക്രവർത്തിയുടെ കാലത്തുള്ള ഇന്ത്യയാണ്. അപ്പൊ ഇന്നത്തെ ഇന്ത്യന്റെ പല ഭാഗങ്ങളും ഉണ്ട്. അതേപോലെ ഇന്ന് മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള പാകിസ്ഥാനും അതേപോലെ അഫ്ഗാനിസ്ഥാനും ഒക്കെ വരുന്ന പ്രദേശങ്ങളും അല്ലെ അന്നത്തെ അക്ബറിന്റെ കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഏതായാലും ആ മാപ്പ് നോക്കി, മാപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവാറില്ല 9ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിലെ മാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മാപ്പ് നിങ്ങൾ അങ്ങനെ ആ ഒരു പേർപ്പസിന് വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എനിവേ, ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ അറ്റൈൻഡ് സ്ട്രെങ്ത് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് അക്ബർ. അക്ബറിന്റെ കാലത്താണ് മുഗൾ ഭരണം അതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തുന്നത്, ഏറ്റവും മാക്സിമം റീച്ചിലെത്തുന്നത് അക്ബറിന്റെ കാലത്താണ്. ആസ് എ റൂളർ, ഹിസ് എയിം വാസ് ടു വിൻ ദി സപ്പോർട്ട് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടുക. ടു വിൻ ദി സപ്പോർട്ട് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗത്തിന്റെയും, എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുടെ പിന്തുണ നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആൻഡ് ദി പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ ഫോർ ദി സെയിം ആർ ഗിവൺ ബിലോ. അപ്പൊ ഈ പറഞ്ഞ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സപ്പോർട്ട് നേടാൻ വേണ്ടി അക്ബർ സ്വീകരിച്ച ചില നടപടികളാണ് താഴെ പറയുന്നത്. ഓക്കെ. എന്തൊക്കെയാ? അഡോപ്റ്റഡ് ദി ടൈറ്റിൽ ഓഫ് ബാദ്ഷായി ഹിന്ദ്. അദ്ദേഹം ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ചു. എല്ലാവരുടെയും സപ്പോർട്ട് നേടുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് പലതും ചെയ്തു. അതിലൊന്നാണ് എന്ത്? ബാദ്ഷായി ഹിന്ദ് എന്ന സ്ഥാനം സ്വീകരിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയുടെ ചക്രവർത്തി. മുസ്ലിങ്ങളുടെ ചക്രവർത്തി എന്നല്ല, ഇന്ത്യയുടെ ചക്രവർത്തി. ബാദ്ഷായി ഹിന്ദ് എന്നൊരു ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തു. സെക്കൻഡ് വൺ, to maintain religious harmony, he formulated a new faith named Dini Ilahi by inculcating the ideas of all religion. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല മതവിഭാഗങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്താൻ വേണ്ടി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീനി ഇലാഹി എന്ന ഒരു പുതിയ വിശ്വാസത്തിന് അദ്ദേഹം രൂപം നൽകി. ഓക്കെ. എല്ലാ മതങ്ങളിലെയും നല്ല നല്ല ആശയങ്ങൾ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ വിശ്വാസം ഉണ്ടാക്കി. അതിന്റെ പേരാണ് ദീനി ഇലാഹി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട് അപ്പുറത്തെ പേജിൽ. നെക്സ്റ്റ് വൺ, ദി രജപുത്സ് സച്ച് ആസ് രാജ തോഡർമാൾ, ബീർബൽ, മാൻസിംഗ് എക്സെട്ര വർ അപ്പോയിന്റഡ് ആസ് ഹൈ ഒഫീഷ്യൽസ്. രജപുത്രന്മാരായിട്ടുള്ള രാജ തോഡർമാള്, ബീർബല്, മാൻസിംഗ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്റെ കീഴിൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ അദ്ദേഹം നിയമിച്ചു. ഓക്കെ. അപ്പൊ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ തന്റെ ഉദ്യോഗത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ അദ്ദേഹം നിയമിച്ചു. പിന്നെ അക്ബർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് മാരീഡ് രജപുത് ലേഡീസ്. രജപുത്രരായിട്ടുള്ള സ്ത്രീകളെ അക്ബറും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ വിവാഹം കഴിച്ചു. ഇത്തരത്തിൽ അക്ബർ വിവാഹം കഴിച്ച രജപുത്ര സ്ത്രീയായിരുന്നു ജോധ. നമ്മൾ ആ ഒരു പേരിൽ ഒരു ഹിന്ദി സിനിമയുണ്ട്, ജോധ അക്ബർ എന്ന പേരിൽ ഈ ഒരു കഥ പറയുന്ന. ഓക്കെ. അപ്പോൾ അക്ബറും ബന്ധുക്കളും ഒക്കെ രജപുത്ര സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതൊക്കെ എന്തിനാ? അതൊക്കെ ആ രജപുത്ര വിഭാഗവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ദി ആർമി വാസ് സ്ട്രെങ്തൻഡ് ബൈ ഇൻക്ലൂഡിംഗ് ഡിഫറെന്റ് സെക്ഷൻ. നേരത്തെ ഉദ്യോഗസ്ഥരെ നിയമിച്ചതുപോലെ തന്നെ ആർമിയിലും സൈന്യത്തിലും വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൈന്യത്തെയും രൂപീകരിച്ചത്. അങ്ങനെ ആ സൈന്യത്തെ അദ്ദേഹം ശക്തിപ്പെടുത്തി. അപ്പോൾ through these activities, through these policies, Akbar tried to win the support of all sections of people. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പിന്തുണ നേടിയെടുക്കാൻ അക്ബർ ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ്, നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ദീനി ഇലാഹി, ഓൾസോ കോൾഡ് ആസ് തൗഹീദി ഇലാഹി. അക്ബറിന്റെ ദീനി ഇലാഹി എന്ന ആശയം അല്ലെങ്കിൽ തൗഹീദി ഇലാഹി എന്ന ആശയം എന്താണ് എന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ചേർത്താന്നൊക്കെ അല്ലെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അക്ബർ വാണ്ടഡ് ടു മെയിൻറ്റെയിൻ പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി അമംഗ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ഹിസ് കൺട്രി. അക്ബർ തന്റെ നാട്ടിൽ, തന്റെ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്കിടയിൽ സമാധാനവും അതേപോലെ സാഹോദര്യവും ഐക്യവും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ഒരു നല്ല ഭരണാധികാരിയായിരുന്നു അക്ബർ. ഓക്കെ. ഇൻ ഓർഡർ ടു ഹാവ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സസ്, Akbar constructed Ibadat Khana at his capital Fatehpur Sikri. അക്ബറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു, തലസ്ഥാനമായിരുന്നു ഏത്? ഫത്തേപൂർ സിക്രി.
ഓക്കെ, ഫത്തേപൂർ സിക്രി. അപ്പൊ ആ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ എന്തുണ്ടാക്കി? ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി, ഒരു കെട്ടിടം, ഇബാദത്ത് ഖാന. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഹാവ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സസ്. അതായത് ആ ഇബാദത്ത് ഖാനയിലേക്ക് അക്ബർ ലോകത്തിന്റെ പല ഭാഗത്തുള്ള മതപണ്ഡിതന്മാരെ ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, എല്ലാ മതത്തിലും പെട്ട പണ്ഡിതന്മാരെ ഈ ഇബാദത്ത് ഖാനയിലേക്ക് അക്ബർ ക്ഷണിച്ചു. അവിടെ വെച്ചിട്ട് ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്താൻ. ഓക്കെ, പരസ്പരം വഴക്കിടാനല്ല. By inculcating the essence of all these discussions, he formulated the ideology of Dini Ilahi. അങ്ങനെ അവിടെ വെച്ച് ഇബാദത്ത് ഖാനയിൽ വെച്ച് നടന്നിട്ടുള്ള ചർച്ചകളിലൂടെ എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ അക്ബർക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാ മതങ്ങളുടെയും നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്ബർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്, ആശയമാണ് ദീനി ഇലാഹി. ഓക്കെ, ദീനി ഇലാഹി. It was a combination of ideas and principles of different religion. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അല്ലെ, എല്ലാ അല്ലെങ്കിൽ പല മതങ്ങളുടെ ആശയങ്ങൾ കൂടി ചേർന്നതാണ് എന്ത്? ദീനി ഇലാഹി. ഹി നെവർ കമ്പൽഡ്. ശ്രദ്ധിക്കണം, അദ്ദേഹം ഒരു മഹാനായ ഭരണാധികാരിയാണ്, ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കിയ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ എന്ത് ചെയ്യാം? അദ്ദേഹം ഉദ്ദേശിക്കുന്ന മതം തന്റെ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കണമെന്നൊരു ഉത്തരവിടാം. ഓക്കെ, പക്ഷേ ഹി നെവർ, അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തൊക്കെ പല ഈ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത്. ഓക്കെ, പല രാജാക്കന്മാരും ആ രാജ്യത്തെ ഔദ്യോഗിക മതമായിട്ട് ബുദ്ധമതത്തെ ജൈനമതത്തെയൊക്കെ സ്വീകരിച്ചു. അങ്ങനെയാണ് ആ രണ്ട് മതങ്ങളൊക്കെ വല്ലാതെ വളരുന്നത്. എന്നാൽ ഇവിടെ എന്തുണ്ടായിട്ടില്ല? ഏതെങ്കിലും ഒരു മതം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെയൊക്കെ മഹത്വവും. ഹി നെവർ കമ്പൽഡ് എനി വൺ ടു ആക്സെപ്റ്റ് ഇറ്റ്. ഈ ദീനി ഇലാഹി എന്ന് പറയുന്ന വിശ്വാസം ഫോളോ ചെയ്യാൻ അദ്ദേഹം ആരെയും നിർബന്ധിച്ചില്ല. ആൻഡ് ഡിഡ് നോട്ട് ഹാവ് എനി റൈറ്റ്സ്. ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി റൈറ്റ്സ്, റിലീജിയസ് ടെക്സ്റ്റ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓർ പ്രീസ്റ്റ് എക്സെപ്റ്റ് ദി ജോയിനിങ് ഫംഗ്ഷൻ. സാധാരണ ഒരു മതമാകുമ്പോൾ അതിനെന്തുണ്ടാവും? കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും, മതഗ്രന്ഥങ്ങൾ ഉണ്ടാവും, ഖുർആൻ ബൈബിളൊക്കെ പോലെ മതഗ്രന്ഥങ്ങൾ ഉണ്ടാവും, പ്ലേസസ് ഓഫ് വർഷിപ്പ്, അമ്പലം, പള്ളി, ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവും അല്ലെ. എന്നാൽ ഇതിന് ഈ പറഞ്ഞ ഒന്നുമില്ല. അനുഷ്ഠാനങ്ങളില്ല, ആചാരങ്ങളില്ല, മതഗ്രന്ഥങ്ങളില്ല, പുരോഹിതന്മാരില്ല, ആരാധനാലയങ്ങളില്ല, ഉസ്താദുമാരോ അതേപോലെ പൂജാരിമാരോ ഒന്നും അതുമില്ല. എക്സെപ്റ്റ് ദി ജോയിനിങ് ഫംഗ്ഷൻ. ആകെ എന്താ ഉള്ളത്? ഒരു ജോയിനിങ് ഫംഗ്ഷൻ മാത്രം, ഒരു പ്രവേശന ചടങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സുൽഹ് കുൽ ഓർ പീസ് ടു ഓൾ വാസ് ഇറ്റ്സ് ബേസിക് ടെനറ്റ്. ഈ ദീനി ഇലാഹി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ, തൗഹീദി ഇലാഹി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ആശയത്തിന്റെ ഏറ്റവും ബേസിക് ടെനന്റ് അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? സുൽഹ് കുൽ. സുൽഹ് കുൽ which means പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. അതായിരുന്നു ദീനി ഇലാഹിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു 3-4 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാനുള്ള കണ്ടന്റ് ഇവിടെയുണ്ട്. ദീനി ഇലാഹി അല്ലെങ്കിൽ തൗഹീദി ഇലാഹി എന്താണ്, അത് എങ്ങനെ ഫോം ചെയ്യപ്പെട്ടു, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പിന്നെ റൈറ്റ്സിൽ ഈ പറയുന്ന did not have any rights, religious text, places of worship, ഇതൊന്നും അതിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാ. ഏറ്റവും ലാസ്റ്റ് എന്താ പറയാ? സുൽഹ് കുൽ ഓർ പീസ് ടു ഓൾ വാസ് ഇറ്റ്സ് ബേസിക് ടെനന്റ്. അപ്പൊ ഇത് മാച്ച് ദി ബോക്സ് ആയിട്ടോ 1 മാർക്കിനൊക്കെ ചോദ്യം വന്നേക്കാം. ഒരു ഭാഗത്ത് എന്തുണ്ടാവാം? സുൽഹ് കുൽ എന്നുണ്ടാവാം, മറുഭാഗത്ത് ദീനി ഇലാഹി എന്നുണ്ടാവാം, ചിലപ്പോ അക്ബർ എന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇബാദത്ത് ഖാന എന്നുണ്ടാവാം. അപ്പൊ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് പരിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ദീനി ഇലാഹി നമ്മൾ നോക്കി, അക്ബറിൻ്റെതാണെന്ന് പ്രത്യേകം ഓർക്കുക. അതേപോലെ തന്നെ അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് മാൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, എന്താണ് മാൻസബ്ദാരി സിസ്റ്റം? നോക്കുക, അക്ബർ തന്നെ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. ദി ബേസ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ വാസ് എ സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം. മുഗൾ ഭരണത്തിന്റെ പിന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു സൈനിക സംവിധാനമാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദി മിലിറ്ററി സ്ട്രെങ്ത്, ദി എംപറേഴ്സ് നീഡഡ് ദി സപ്പോർട്ട് ഓഫ് നോബിൾസ് ആൻഡ് ഒഫീഷ്യൽസ് ഫോർ ദി മെയിൻ്റനൻസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി എംപയർ. ഈ ഒരു പട്ടാളക്കാർ മാത്രം പോരാ, രാജാക്കന്മാർക്ക് എന്ത് വേണം? എംപറേഴ്സ് നീഡഡ് ദി സപ്പോർട്ട് ഓഫ് നോബിൾസ് ആൻഡ് ഒഫീഷ്യൽസ് ഫോർ ദി മെയിൻ്റനൻസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി എംപയർ. രാജ്യത്തുള്ള പിന്നെ പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം നിലനിൽക്കുള്ളൂ, ഒരുപാട് പ്രദേശത്തേക്ക് വ്യാപിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോർ ദിസ് അക്ബർ അഡോപ്റ്റഡ് ദി മാൻസബ്ദാരി സിസ്റ്റം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അക്ബർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണിത്, മാൻസബ്ദാരി സമ്പ്രദായം. അപ്പൊ എന്താണ് മാൻസബ്ദാരി? വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന് വരെ ചോദ്യം വരാറുണ്ട്. ദി ടേം മാൻസബ് ഡിനോട്ട്സ് ദി റാങ്ക് ഓർ പൊസിഷൻ ഓഫ് എ മുഗൾ മിലിറ്ററി ഓഫീസർ. അതായത് മാൻസബ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ്. ഓക്കെ, ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ പൊസിഷൻ സ്റ്റാറ്റസ് ആണ് എന്ത് മാൻസബ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റാങ്ക് ആണ്. ഓക്കെ, പല റാങ്കുകൾ ഉണ്ടാവില്ല, അതേപോലെ റാങ്ക് ആണ്. സോ ദോസ് ഹു ഹെൽഡ് ദിസ് പൊസിഷൻ വേർ കോൾഡ് മാൻസബ്ദാർ. അപ്പൊ ഈ മാൻസബ് എന്നുള്ള ആ ഒരു പദവി ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് എന്ത് മാൻസബ്ദാർ. ഓക്കെ, the position of the officers, their salary and military responsibilities were categorically determined through the മാൻസബ്ദാരി സിസ്റ്റം. അപ്പൊ ഈ ഒരു മാൻസബ്ദാരി സിസ്റ്റം പ്രകാരം ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാറ്റസ്, പദവി, അവരുടെ ശമ്പളം, അതേപോലെ സൈന്യത്തിലെ ഉത്തരവാദിത്വം, ഇതൊക്കെ തരം തിരിച്ച് നിർണയിച്ചിട്ടുണ്ട് ഈ ഒരു മാൻസബ്ദാരി സിസ്റ്റം പ്രകാരം. അവരുടെ ശമ്പളം, അവരുടെ സ്ഥാനം, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ദി റാങ്ക് of a Mansabdar was determined by the number of horses and cavalrymen he maintained. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് നമ്മൾ പറയാറില്ലേ, പോലീസിന്റെ ഡ്രസ്സിൽ, യൂണിഫോമിൽ സ്റ്റാറിന്റെ എണ്ണം അല്ലെ നോക്കിയിട്ട്, സ്റ്റാർ ഉണ്ടോ, എത്ര എണ്ണം ഉണ്ട്, അതൊക്കെ നോക്കി നമ്മൾ അവരുടെ റാങ്ക് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ പട്ടാളക്കാരിലെ മെഡലുകളൊക്കെ നോക്കി അവർക്ക് എത്രത്തോളം റാങ്കുകൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഇവിടെ മാൻസബ് എന്ന് പറയുമ്പോൾ ദ റാങ്ക് ഓഫ് എ മാൻസബ്ദാർ വാസ് ഡിറ്റർമൈൻഡ്. ഒരു മാൻസബ്ദാറിന്റെ റാങ്ക് എന്ന് പറയുന്നത്, പട്ടാളക്കാരിൽ എല്ലാവരും ഒരേ റാങ്ക് ആണോ, പോലീസുകാരിൽ എല്ലാവരും ഒരേ റാങ്ക് ആണോ? അല്ല, പലർക്കും പല കാറ്റഗറിയാണ് അല്ലെ. അപ്പോ ഒരു പട്ടാളക്കാരന്റെ, ഒരു മാൻസബ്ദാറിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദി നമ്പർ ഓഫ് ഹോഴ്സസ് ആൻഡ് കാവൽറിമെൻ ഹി മെയിൻറ്റെയിൻഡ്. അതായത് ആ മാൻസബ്ദാർ നിലനിർത്തിയിട്ടുള്ള, തന്റെ കീഴിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ റാങ്ക്, പദവി നിശ്ചയിക്കുന്നത്. എത്ര കുതിരകളെ, എത്ര കുതിരപ്പടയാളികളെ ആ മാൻസബ്ദാർ തന്റെ കീഴിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ റാങ്ക് തീരുമാനിക്കുക. Okay, there were more than 30 ranks in the army of Akbar, ranging from mansabdars of 10 horses to 10,000 horses. അക്ബറിന്റെ സൈന്യത്തില് 30-ലധികം റാങ്കുകളിലുള്ള മാൻസബ്ദാർമാരുണ്ടായിരുന്നു. അതായത് ചില മാൻസബ്ദാർമാർ വെറും 10 കുതിരകളെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, ചിലരോ 10,000 കുതിരകളെ വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാൻസബ്ദാർമാരുണ്ട്. അപ്പൊ എത്രത്തോളം കുതിരകളെ അവർ തങ്ങളുടെ കീഴിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ച് അവരുടെ റാങ്കുകൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള, ഇവിടെ പറയുന്നത് there were more than 30 ranks in the army of Akbar. Okay, then divisions, ഒരു സെന്റൻസിന്റെ ബാക്കിയാണല്ലോ അത്. ഓക്കെ, ഈച്ച് മാൻസബ് ഹാഡ് 2 സബ്, ഓരോ മാൻസബിനും ഈച്ച് മാൻസബ് ഹാഡ് 2 സബ് ഡിവിഷൻസ് കോൾഡ് സത്ത് ആൻഡ് സവാർ. ഓരോ മാൻസബിനും 2 ഉപവിഭാഗങ്ങളുണ്ട്. മാൻസബിന്റെ 2 സബ് ഡിവിഷൻസ് ആണ് സത്ത്, അതേപോലെ സവാർ. എന്താണ് സത്ത്, എന്താണ് സവാർ, പ്രത്യേകം നോക്കുക. ദി വേർഡ് സത്ത് മീൻസ് ഇൻഡിവിജ്വൽ, വ്യക്തി എന്നാണ് സത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഫിക്സസ് ദി റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദി ആർമി. ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ഒരു പട്ടാളക്കാരന് അദ്ദേഹത്തിന്റെ പദവിയും അദ്ദേഹത്തിന്റെ ശമ്പളവും ഒക്കെയാണ് ഈ ഒരു സത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. വൈൽ സവർ റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ഹോഴ്സസ് എ മാൻസബ്ദാർ ഹാഡ് ടു മെയിൻറ്റെയിൻ. സവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതോ, ഒരു പട്ടാളക്കാരൻ സംരക്ഷിക്കേണ്ട, മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ കുതിരകളുടെ എണ്ണമാണ് സവർ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പൊ മാൻസബിന് 2 സബ് ഡിവിഷൻ ഉണ്ട്, സത്ത് അതേപോലെ സവർ. സത്ത് മീൻസ് എന്താണ്? ഇൻഡിവിജ്വൽ എന്നാണ്. ഇറ്റ് ഫിക്സസ് ദി റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദി ആർമി. ഒരു ആർമിയിലുള്ള ഒരാളുടെ റാങ്കും പദവിയും അയാളുടെ സാലറിയുമാണ് സത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്പർ ഓഫ് ഹോഴ്സസ് മാൻസബ്ദാർ ഹാഡ് ടു മെയിൻറ്റെയിൻ. മാൻസബ്ദാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുതിരകളുടെ എണ്ണമാണ് സത്ത് എന്നതുകൊണ്ട് സവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, മാൻസബ്ദാരി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മാൻസബ്ദാരി സിസ്റ്റം അക്ബർ കൊണ്ടുവന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തുള്ള നോബൽസിന്റെയും ഒഫീഷ്യൽസിന്റെയും ഒക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ മാൻസബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിനോട്ട്സ് ദി റാങ്ക് ഓർ പൊസിഷൻ ഓഫ് എ മുഗൾ മിലിറ്ററി ഓഫീസർ. ആ മാൻസബ് എന്നുള്ള ഭൂമി, അല്ലെങ്കിൽ ആ ഒരു റാങ്ക്, ഭൂമിയല്ല, മാൻസബ് എന്നുള്ള ആ ഒരു റാങ്ക് ഉള്ള ആ ഒരു പദവി വഹിക്കുന്ന ആളെയാണ് നമ്മൾ മാൻസബ്ദാർ എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു പിന്നീട് പല റാങ്കുകളിലായിട്ട് അല്ലെ, 30ഓളം റാങ്കുകളിലായിട്ടുള്ള മാൻസബ്ദാർമാരുണ്ടായിരുന്നു. വെറും 10 കുതിരകളുള്ളവരും 10,000 കുതിരകളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ മാൻസബിന് 2 ഉപവിഭാഗങ്ങൾ, സബ് ഡിവിഷൻസ് ഉണ്ട്, സത്ത് സവാർ. രണ്ടും എന്താണെന്ന് നമ്മൾ നോക്കി.
ഇനി ഒരൊറ്റ കാര്യം കൂടിയാണ് നമുക്കിവിടെ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അത് ജാഗീർദാരി സിസ്റ്റമാണ്, ജാഗീർദാരി സമ്പ്രദായം. അതും കൂടി പറഞ്ഞാൽ നമുക്ക് മുഗൾ ഭരണം കംപ്ലീറ്റ് ആയി. അപ്പൊ എന്താണ് ജാഗീർദാരി സമ്പ്രദായം? വളരെ പെട്ടെന്ന് നോക്കുക. Jagirdari system was another reform introduced by Mughal emperors to make the administration more effective. ഭരണം ഒന്നുകൂടി കാര്യക്ഷമമാവാൻ വേണ്ടി മുഗൾ രാജാക്കന്മാർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം. The Jagirdari system was a higher form of the Ikta system of Sultanate period. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. എന്ത്? സൽത്തനത്ത് പീരീഡിലെ ഇക്ത സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ആ ഇക്ത സിസ്റ്റത്തിന്റെ, സൽത്തനത്ത് പീരീഡിലെ ഇക്ത സിസ്റ്റത്തിന്റെ ഒരു ഹയർ ഫോമാണ് മുഗൾ പീരീഡിലെ ജാഗിർദാരി സിസ്റ്റം. സൽത്തനത്ത് പീരീഡിൽ എന്തായിരുന്നു ഇക്ത സിസ്റ്റം എന്നറിയപ്പെട്ടത്? അതിന്റെ ഒരു ഹയർ ഫോം, അതിന്റെ ഒരു മറ്റൊരു വേർഷൻ ആണ് ഏത്? മുഗൾ പീരീഡിലെ ഈ ജാഗിർദാരി സിസ്റ്റം. നോക്കാം നമുക്ക് അതിന്റെ പ്രത്യേകത. It was a system which granted land in lieu of salary to the mansabdars. നേരത്തെ പറഞ്ഞ മാൻസബ്ദാർമാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കുകയാണ് ഇവിടെ? ഭൂമി കൊടുക്കുകയാണ്. ശമ്പളം നേരിട്ട് കൊടുക്കുന്നില്ല, അവർക്ക് ഭൂമി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ the land thus granted was known as ജാഗിർ. അപ്പൊ മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരം നൽകിയ ആ ഭൂമിയെ വിളിക്കുന്ന പേരാണെന്ത്? ജാഗിർ, ജാഗിർ ലാൻഡ്. ഓക്കെ, the officers were provided possession right of the Jagir land only. ഈ മാൻസബ്ദാർമാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ജാഗിർ ലാൻഡിന്റെ, ജാഗിർ ഭൂമിയുടെ പൊസഷൻ റൈറ്റ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത് കൈവശം വെക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, അത് മറിച്ചു വെക്കാനൊന്നും അവർക്ക് പറ്റൂല. ഓക്കെ, പൊസഷൻ റൈറ്റ് മാത്രമാണുള്ളത്. ആൻഡ് സച്ച് ഓഫീസേഴ്സ് were known as ജാഗിർദാർ. അപ്പൊ ഈ ജാഗിർ ലാൻഡ് കിട്ടിയിട്ടുള്ള, ജാഗിർ എന്ന ഭൂമി കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്ന പേര് ജാഗിർദാർ എന്നാണ്. Okay, as in the Ikta system, Ikta systemത്തിൽ ഉള്ളതുപോലെ the Jagirdars never lived in or ruled over the land they received. എന്താ പറയുന്നത്? ഇക്ത സമ്പ്രദായത്തിലേതുപോലെ ജാഗിർ സമ്പ്രദായത്തിലും ജാഗിർദാർമാർക്ക് അല്ലെങ്കിൽ ജാഗിർദാർമാർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുകയോ ഭരണനിർവഹണം നടത്തുകയോ ചെയ്തിട്ടില്ല. കിട്ടിയ ഭൂമിയിൽ അവർ താമസിച്ചിട്ടില്ല, അവിടെ ഭരണം നടത്തിയിട്ടില്ല. പിന്നെയോ The position of Jagirdar was not hereditary. മാത്രമല്ല, ഈ ജാഗിർദാർ എന്നുള്ള പദവി എന്തല്ല? പരമ്പരാഗതമല്ല. അതായത് ഒരു ജാഗിർദാർ, അദ്ദേഹത്തിന്റെ കാലശേഷം ആ ഭൂമി അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ നോക്കി നടത്തേണ്ടത്, അടുത്ത ജാഗിർദാർ ആ മകനായിരിക്കും എന്ന വ്യവസ്ഥ ഇവിടെ ഇല്ല. ഹെറിഡിറ്ററി അല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, രാജാവിന്റെ ഇഷ്ടം പോലെ ആളുകൾക്ക് അത് അനുവദിച്ചു കൊടുക്കുന്നതാണ്. They were transferred by the king. ഇപ്പൊ ഒരാൾക്ക്, ഒരു ജാഗിർദാർക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു ഓഫീസർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ജാഗിർ ലാൻഡ് രാജാവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് അയാളിൽ നിന്നെടുത്ത് മറ്റൊരു ഉദ്യോഗസ്ഥന് നൽകാം. സോ ദേ വർ ട്രാൻസ്ഫേർഡ് ബൈ ദി കിങ്. ഓക്കെ, രാജാവ് ഇങ്ങനെയുള്ള ഭൂമികള് മാറ്റിയിരുന്നു, അല്ലെങ്കിൽ ആളുകളെ പരസ്പരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ജാഗിർ ലാൻഡിൽ നിന്ന് മറ്റൊരു ജാഗിർ ലാൻഡിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ രാജാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. സോ ജാഗിർദാർ, ദി പൊസിഷൻ ഓഫ് ജാഗിർദാർ വാസ് നോട്ട് ഹെറിഡിറ്ററി, പരമ്പരാഗതമായിരുന്നില്ല. Their only authority over the ascribed land was. പിന്നെ എന്തിനാ അവർക്ക് ഈ ഭൂമി കൊടുത്തത്? അതാണ് പറയുന്നത്. Their only authority over the ascribed land was the utilization of revenue collection of this area. എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? നിശ്ചിത ഭൂമിയിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ജാഗിർ ലാൻഡിലെ, ആ ഭൂമിയിലെ നികുതി പിരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം. അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, പകരം ഈ ജാഗിർ ലാൻഡ് കൊടുത്തിട്ട് ആ ജാഗിർ ലാൻഡിൽ നിന്നുള്ള ജനങ്ങളുടെ ടാക്സ് കളക്ട് ചെയ്ത് അവരുടെ ശമ്പളമായിട്ട് ഉപയോഗിക്കുക. ഇതായിരുന്നു സിസ്റ്റം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജാഗിർദാരി സിസ്റ്റം മുഗൾ ഭരണാധികാരികള് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മുഗൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അടുത്തത് ചോള അഡ്മിനിസ്ട്രേഷൻ ആണ്, നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം അക്ബർ ചക്രവർത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു ദൃക്സാക്ഷിയുടെ വിവരണം കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് നമ്മൾ പറഞ്ഞു ബാബറാണ് സ്ഥാപകൻ. അതേപോലെ മുഗൾ അഡ്മിനിസ്ട്രേഷന്റെ മേജർ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ആ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ മുഗൾ ഭരണത്തെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് അക്ബർനാമ അല്ലെ. എന്താണ് അക്ബർനാമ? എ ബുക്ക് റിട്ടൺ ബൈ അബുൾ ഫസൽ. അബുൾ ഫസൽ എഴുതിയിട്ടുള്ള അക്ബർനാമ എന്നാണ് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മൾ പറഞ്ഞു.
അതേപോലെ ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് സുഭാസ്, സർക്കാർസ്, പർഗാനാസ്, വില്ലേജസ് എന്നിങ്ങനെ പല യൂണിറ്റുകളാക്കി രാജ്യത്തെ തിരിച്ചത് നമ്മൾ പറഞ്ഞു. അവിടെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? കളക്ഷൻ ഓഫ് റവന്യൂ, അതേപോലെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, സൂപ്പർവിഷൻ ഓഫ് ദി ആർമി, ഇതൊക്കെയാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. പിന്നീട് അക്ബർ ചക്രവർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില പോളിസീസ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തത്. അതിനുശേഷം അക്ബറിന്റെ ദീനി ഇലാഹി ഓർ തൗഹീദി ഇലാഹി, അതേപോലെ തന്നെ അക്ബറിന്റെ മാൻസബ്ദാരി സിസ്റ്റം, ഏറ്റവും അവസാനം മുഗൾ ഭരണാധികാരികൾ കൊണ്ടുവന്നിട്ടുള്ള ജാഗിർദാരി സിസ്റ്റം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് മുഗൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? വിശദമായിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.